അഖില ഭാരതീയ സമന്വയ ബൈഠക്കിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി RSS അഖില ഭാരതീയ പ്രചാർ പ്രമുഖ സുനിൽ അംബേദ്കർ. ദേശീയ അന്തർദേശീയ വിഷയങ്ങൾ ബൈഠക്കിൽ ചർച്ചയാകും. കൂടാതെ സംഘം 100ാം ജന്മദിനം ആഘോഷിക്കുമ്പോൾ പഞ്ചപരിവർത്തൻ കാര്യക്രമം വിവിധ ക്ഷേത്ര സംഘടനകളിലൂടെ നടപ്പിലാക്കുന്നതിലും ചർച്ചകൾ നടക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അഖില ഭാരതീയ സമന്വയ ബൈഠക്കിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് 3 ദിവസത്തെ ബൈഠക്ക് സംബന്ധിച്ച വിശദാംശങ്ങൾ RSS അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ അംബേദ്കർ വിവരിച്ചത്. കേരളത്തിൽ ബൈഠക്ക് നടത്താൻ കഴിയുന്നതിൽ സന്തോഷമുണ്ടെന്നും 31-ന് രാവിലെ ആരംഭിച്ച് 2-ന് വൈകിട്ട് യോഗം അവസാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം ബൈഠക്ക് കേരളത്തിൽ ആദ്യമായാണ് നടക്കുന്നത്. വിവിധ ക്ഷേത്ര സംഘടനകൾ അവരുടെ നേട്ടങ്ങൾ, പ്രതിസന്ധികൾ, അഭിപ്രായങ്ങൾ തുടങ്ങിയവ ബൈഠക്കിൽ പങ്കുവയ്ക്കും. ഒപ്പം ദേശീയ അന്തർദേശീയ വിഷയങ്ങൾ ഉൾപ്പെടെ ബൈഠക്കിൽ ചർച്ചയാവുമെന്നും അദ്ദേഹം പറഞ്ഞു. Sometimes there will be different angles within the organizations. So the issue will be discussed, important issues of national importance, national security, then some social issues, or of course the present happening or present issues, nation, some states issues or some important incidents or some alarming issues in different states will also be discussed here. സംഘം 100ാം ജന്മദിനം ആഘോഷിക്കുമ്പോൾ പഞ്ചപരിവർത്തൻ കാര്യക്രമം വിവിധ ക്ഷേത്ര സംഘടനകളിലൂടെ നടപ്പാക്കുന്നതിലും ചർച്ചകൾ നടക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. All of you are aware that the Sangha Shatabdi centenary year is coming. So 2025 Vijayadashmi to 26 Vijayadashmi will be the centenary year for RSS. So as RSS we have proposed the more social transformation activities to take them at the mass level. Pancha Parivartan. The 5 initiatives are in the different fields are taken. So how all organizations they can participate, they can also take these all issues further. That will also be discussed. അതേസമയം കേരളത്തിൽ പാലക്കാട് എന്തുകൊണ്ട് സംഘം ഇത്തരമൊരു ബൈഠക്ക് സംഘടിപ്പിക്കുന്നുവെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഇത്ര സുന്ദരമായ നാട്ടിൽ എന്തുകൊണ്ട് ബൈഠക്ക് സംഘടിപ്പിച്ചുകൂടാ എന്നും അദ്ദേഹം മറുപടി നൽകി. ജനം, പാലക്കാട്.